ഒരു സീരിയസ് ചർച്ച നടക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ചത്ത പൂച്ചയെ മേശപ്പുറത്തേക്ക് വലിച്ചെറിയുന്നു. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ ആ പൂച്ചയിലാകും. യഥാർത്ഥത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എല്ലാവരും മറക്കും. ഇതിനെയാണ് ഡെഡ് കാറ്റ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. വാർത്തകളിൽ പെട്ടെന്ന് വലിയൊരു വിഷയം മാത്രം നിങ്ങൾ എവിടെയും കാണാൻ തുടങ്ങിയാൽ നിങ്ങളും അറിയാതെ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നാൽ ആ സമയത്ത് ഇതിലും പ്രധാനപ്പെട്ടതും നിശബ്ദമായതുമായ മറ്റൊരു വലിയ വില്ലൻ കാര്യം ആരും അറിയാതെ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ടാകും. എങ്ങനെയുണ്ട് ആ ട്വിസ്റ്റ്? വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. ലളിതമായി പറഞ്ഞാൽ ഇതൊരു ഭയങ്കരമായ മാസ് ഡിസ്ട്രാക്ഷൻ തന്ത്രമാണ്. ജനങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ചർച്ച തങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്ന ഭരണാധികാരികളോ കോർപ്പറേറ്റുകളോ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ മനഃപൂർവ്വം അതിനേക്കാൾ വലിയൊരു വിവാദ ബോംബ് മാർക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കും. നമുക്കൊരു ഉദാഹരണം എടുക്കാം. രാജ്യത്ത് വലിയൊരു സാമ്പത്തിക മാന്ദ്യം, റിസഷൻ വരാൻ പോകുന്നു എന്ന് വിചാരിക്കുക. ഇത് ജനങ്ങൾ അറിഞ്ഞാൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് നാളെ മുതൽ രാജ്യത്ത് ഉരുളക്കിഴങ്ങ് നിരോധിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിചിത്രമായ വിഡ്ഢിത്തം വാർത്തകളിൽ നിറയ്ക്കും. അതോടെ സോഷ്യൽ മീഡിയ ചാനലുകളും മുഴുവൻ ആ ഉരുളക്കിഴങ്ങിനെ കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ട് നിറയും. ആളുകൾ അതിനെതിരെ ട്രോളുകളും പോസ്റ്റുകളും ഇടാൻ തുടങ്ങും. ഇവിടെ ഉരുളക്കിഴങ്ങ് നിരോധനം എന്നത് ഒരു ചത്ത പൂച്ചയാണ്. അതിലേക്ക് എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ പുറകിലൂടെ രാജ്യം സാമ്പത്തികമായി തകരുന്ന ആ വലിയ വാർത്ത ആരും ചർച്ച ചെയ്യാതെ മുങ്ങിപ്പോകും. എന്തുകൊണ്ടാണ് മനുഷ്യർ പെട്ടെന്ന് ഈ കെണിയിൽ വീഴുന്നത്? കാരണം നമ്മുടെ തലച്ചോറിന് ഒരു പരിമിതിയുണ്ട്. ഭയങ്കരമായ വികാരങ്ങൾ ഉണ്ടാക്കുന്നതോ അതീവ വിചിത്രമായതോ ആയ വാർത്തകൾ കേൾക്കുമ്പോൾ തലച്ചോറ് പെട്ടെന്ന് അതിനോട് റിയാക്ട് ചെയ്യും. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റിക്ക് കഴിയില്ല. ലിമിറ്റഡ് കോഗ്നിറ്റീവ് ബാൻഡ്വിഡ്ത്ത്. ഈ ഒരു ബഹളത്തിനിടയിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട കാതലായ വിഷയങ്ങൾ പബ്ലിക്കിന്റെ മനസ്സിൽ നിന്നും ഡിലീറ്റ് ആയി പോകും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസന്റെ കാലത്തൊക്കെ ഈ ഒരു തന്ത്രം രാഷ്ട്രീയത്തിൽ പരസ്യമായി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിലും ടിവിയിലും അനാവശ്യമായ ഒരു വലിയ വിവാദം ദിവസങ്ങളായി ആളിക്കത്തുന്നത് കണ്ടാൽ സ്വയം ഒരു ചോദ്യം ചോദിക്കുക. അവർ നമ്മളെ കാണിക്കുന്ന ഈ ചത്ത പൂച്ചയ്ക്ക് പിന്നിൽ നമ്മൾ കാണാതെ ഒളിച്ചു വെച്ചിട്ടുള്ള യഥാർത്ഥ സത്യം എന്താണെന്ന്. ചുരുക്കത്തിൽ നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് പോലും തീരുമാനിക്കുന്നത് നമ്മളല്ല, മറിച്ച് അണിയറയിലിരിക്കുന്ന ചില മാസ്റ്റർ മൈൻഡുകളാണ്. ഇത്തരം പുകമറകളിൽ വീഴാതെ യഥാർത്ഥ വിഷയങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഇത്തരം ഡെഡ് കാറ്റ് തന്ത്രങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ വരുന്ന അത്തരം അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.